സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ കഠിനമായി പരിശ്രമിക്കുന്നു, ഞാൻ സത്യസന്ധനാണ്, ഞാൻ ആരെയും ചതിക്കുന്നില്ല, പക്ഷേ എന്തുകൊണ്ടാണ് സാമ്പത്തിക പുരോഗതി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാത്തത്? ഒരുപക്ഷെ ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിലും പലതവണ ഉയർന്നിട്ടുണ്ടാവും. കാരണം ധാരാളം ആളുകൾ വിശ്വസിക്കുന്നത് സമ്പത്ത് എന്നത് ഭാഗ്യമുള്ളവർക്ക് മാത്രം ലഭിക്കുന്ന ഒന്നാണെന്നാണ്. ചിലർ കരുതുന്നു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചവർക്ക് മാത്രമേ വലിയ സാമ്പത്തിക വിജയം നേടാൻ കഴിയൂ എന്നാണ്. എന്നാൽ ബൈബിൾ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു സത്യം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം സമ്പത്ത് നൽകുന്ന ഒരു വഴിയുണ്ട്. അത് പലരും കാണാതെ പോകുന്ന ഒരു വഴിയാണ്. ഇന്ന് നമ്മൾ ആ മറഞ്ഞിരിക്കുന്ന രഹസ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ബൈബിളിലെ ആവർത്തന പുസ്തകം ഇങ്ങനെ പറയുന്നു: സമ്പത്തുണ്ടാക്കുവാനുള്ള ശക്തി നിനക്ക് തരുന്നവൻ നിന്റെ ദൈവമായ യഹോവയാകുന്നു. ഈ വാക്യം വളരെ ആഴമുള്ള ഒരു സത്യമാണ് വെളിപ്പെടുത്തുന്നത്. ശ്രദ്ധിക്കൂ, ഇവിടെ ദൈവം പണം നേരിട്ട് ആകാശത്തിൽ നിന്ന് വീഴ്ത്തുമെന്നല്ല പറഞ്ഞിട്ടുള്ളത്. പകരം സമ്പത്ത് സൃഷ്ടിക്കാനുള്ള ശക്തി നൽകുമെന്നാണ് പറഞ്ഞത്. അതായത് ദൈവം നമുക്ക് അവസരങ്ങളും കഴിവുകളും ആശയങ്ങളും ജ്ഞാനവും നൽകുന്നു. ആ ശക്തി ഉപയോഗിച്ച് നാം നമ്മുടെ ജീവിതം നിർമ്മിക്കണം. ഒരു കർഷകനെ കുറിച്ച് ചിന്തിക്കൂ. അവൻ്റെ കയ്യിൽ ഒരു വിത്തുണ്ട്. ആ വിത്ത് നോക്കുമ്പോൾ വളരെ ചെറുതാണ്, പക്ഷേ അതിനുള്ളിൽ ഒരു വലിയ വൃക്ഷം ഒളിഞ്ഞിരിക്കുന്നു. ദൈവം ആ കർഷകന് വിത്ത് നൽകുന്നു. എന്നാൽ ആ വിത്ത് മണ്ണിൽ നട്ടുപിടിപ്പിക്കേണ്ടത് കർഷകനാണ്. വെള്ളമൊഴിക്കേണ്ടതും അവനാണ്. കാത്തിരിക്കേണ്ടതും അവനാണ്. അതുപോലെ തന്നെ ദൈവം നമുക്ക് കഴിവുകളുടെ വിത്ത് നൽകുന്നു. എന്നാൽ അതിനെ വളർത്തേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. സോളമൻ രാജാവിൻ്റെ ജീവിതം നോക്കൂ. ലോക ചരിത്രത്തിലെ ഏറ്റവും സമ്പന്നനായ രാജാക്കന്മാരിൽ ഒരാളായി അദ്ദേഹം മാറി. എന്നാൽ അദ്ദേഹത്തിൻ്റെ കഥ സമ്പത്തിനായി തുടങ്ങിയതല്ല. അദ്ദേഹം ആദ്യം ജ്ഞാനം ചോദിച്ചു. 1 രാജാക്കന്മാർ 3 അധ്യായത്തിൽ നാം കാണുന്നത്, ദൈവം അദ്ദേഹത്തോട് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സ്വർണമോ വെള്ളിയോ ചോദിച്ചില്ല, ജ്ഞാനം ചോദിച്ചു. അതുകൊണ്ടാണ് ദൈവം അദ്ദേഹത്തിന് ജ്ഞാനവും അതിനോടൊപ്പം സമ്പത്തും ബഹുമാനവും നൽകിയത്. ഇവിടെയാണ് പലരും ചെയ്യുന്ന തെറ്റ്. അവർ ഫലത്തെ പിന്തുടരുന്നു, എന്നാൽ ദൈവം കാരണം അന്വേഷിക്കാൻ പറയുന്നു. സമ്പത്തൊരു ഫലമാണ്. ജ്ഞാനം, കഠിനാധ്വാനം, വിശ്വാസ്യത, നല്ല സ്വഭാവം എന്നിവയാണ് അതിന് കാരണം. നിങ്ങൾ കാരണം ശരിയാക്കിയാൽ ഫലം സ്വാഭാവികമായി വരും. ഇന്ന് പലരും പെട്ടെന്ന് പണം ലഭിക്കുന്ന വഴികൾ അന്വേഷിക്കുന്നു. എന്നാൽ ബൈബിളിൽ നാം കാണുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെയും പിന്നിലൊരു പ്രക്രിയയുണ്ട്. നോഹയ്ക്ക് ഒരു പെട്ടകം നിർമ്മിക്കാൻ വർഷങ്ങളെടുത്തു. യോസേഫ് ഒരു രാത്രി കൊണ്ട് ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയായില്ല. ദാവീദ് ഒരു ദിവസം കൊണ്ട് രാജാവായില്ല. ദൈവം ആദ്യം അവരുടെ സ്വഭാവം രൂപപ്പെടുത്തി, പിന്നീട് അനുഗ്രഹം നൽകി. യോസഫിൻ്റെ കഥ പ്രത്യേകിച്ച് സാമ്പത്തിക വിജയവുമായി ബന്ധപ്പെട്ട് വലിയൊരു പാഠം നൽകുന്നു. അടിമയായി വിറ്റു, ജയിലിൽ അടയ്ക്കപ്പെട്ടു, അനീതികൾ അനുഭവിച്ചു. എന്നാൽ അദ്ദേഹം വിശ്വാസം ഉപേക്ഷിച്ചില്ല. മറ്റുള്ളവർ കാണാത്ത സമയത്ത് പോലും അദ്ദേഹം തൻ്റെ ജോലി മികച്ച രീതിയിൽ ചെയ്തു. ഒടുവിൽ അദ്ദേഹം ആ വിശ്വാസ്യതയിൽ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. സുഹൃത്തുക്കളെ, പലപ്പോഴും നാം വലിയ അവസരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എന്നാൽ ദൈവം ചെറിയ ഉത്തരവാദിത്വങ്ങളിൽ നമ്മെ പരീക്ഷിക്കുന്നു. നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലി എത്ര ചെറുതായാലും അത് മികച്ച രീതിയിൽ ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിഭവങ്ങളെ നന്നായി കൈകാര്യം ചെയ്യുക. കാരണം ബൈബിൾ പഠിപ്പിക്കുന്നത് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായവൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കുമെന്നാണ്. മറ്റൊരു വലിയ രഹസ്യം നന്ദിയാണ്. നന്ദിയുള്ള മനസ്സ് അനുഗ്രഹങ്ങളെ ആകർഷിക്കുന്നു. കുറവുകൾ മാത്രം നോക്കുന്ന ആളുകൾക്ക് എപ്പോഴും കുറവുകൾ തന്നെയാണ് കാണാൻ കഴിയുക. എന്നാൽ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ കാണാൻ പഠിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ തുറക്കപ്പെടുന്നു. യേശു 5 അപ്പവും 2 മീനും കയ്യിലെടുത്തപ്പോൾ ആദ്യം നന്ദി പറഞ്ഞു. പിന്നീട് വർധനവ് സംഭവിച്ചു. ഇതൊരു ആത്മീയ സത്യം മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇത് പ്രവർത്തിക്കുന്നു. നന്ദിയുള്ള മനസ്സ് വ്യക്തത നൽകുന്നു. വ്യക്തത നല്ല തീരുമാനങ്ങൾ നൽകുന്നു. നല്ല തീരുമാനങ്ങൾ മികച്ച ഫലങ്ങൾ സൃഷ്ടിക്കുന്നു. സമ്പത്ത് സൃഷ്ടിക്കുന്ന മറ്റൊരു ദൈവിക തത്വം വിതയ്ക്കലും കൊയ്യലുമാണ്. ഗലാത്യർ പറയുന്നു, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെയാണ് കൊയ്യുന്നത്. ഇത് പണത്തിൻ്റെയും കാര്യത്തിൽ മാത്രമല്ല, സമയത്തെയും പരിശ്രമത്തെയും നമുക്ക് വിതയ്ക്കാം. പഠനം വിതയ്ക്കാം, സേവനം വിതയ്ക്കാം. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഓരോ നല്ല നിക്ഷേപവും നാളെയുടെ വിളവായി മാറുന്നു. ഒരു യുവാവ് ദിവസവും 1 മണിക്കൂർ പുതിയ കഴിവുകൾ പഠിക്കാൻ ചിലവഴിക്കുന്നു. ജ്ഞാനം പഠിക്കാൻ പറയുന്നു. മറ്റൊരാൾ അതേസമയം വെറുതെ കളയുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം അവരുടെ ജീവിതത്തിൽ ഒരേ അനുഭവമായിരിക്കുമോ? തീർച്ചയായും അല്ല. കാരണം ഒരാൾ വിതച്ചു,
മറ്റൊരാൾ വിതച്ചില്ല. ബൈബിൾ മടിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. സദൃശ്യവാക്യങ്ങളിൽ ഉറുമ്പിനെ നോക്കി ജ്ഞാനം പഠിക്കാൻ പറയുന്നു. ഉറുമ്പൊരു ചെറിയ ജീവിയാണ്, എന്നാൽ അത് ഭാവിക്കായി തയ്യാറെടുക്കുന്നു, അവസരം ലഭിക്കുമ്പോൾ പ്രവർത്തിക്കുന്നു. ഇത് സാമ്പത്തിക വിജയത്തിനുള്ളൊരു വലിയ തത്വമാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കൂ. ദൈവം നിങ്ങൾക്ക് എന്തെല്ലാം കഴിവുകൾ നൽകിയിട്ടുണ്ട്? സംസാരിക്കാനുള്ള കഴിവുണ്ടോ? പഠിപ്പിക്കാനുള്ള കഴിവുണ്ടോ? എഴുതാനുള്ള കഴിവുണ്ടോ? ബിസിനസ് ചെയ്യാനുള്ള കഴിവുണ്ടോ? നിങ്ങളിലേക്ക് നോക്കുക. പലപ്പോഴും നമ്മുടെ അനുഗ്രഹം നമ്മുടെ കൈകളിൽ തന്നെയായിരിക്കും, പക്ഷെ നാം അതിൻ്റെ മൂല്യം തിരിച്ചറിയുന്നില്ല. ദാവീദ് ഗൊലിയാത്തിനെ നേരിട്ടപ്പോൾ രാജാവിൻ്റെ കവചം ഉപയോഗിച്ചില്ല, തൻ്റെ കൈവശമുണ്ടായിരുന്ന കവിണയാണ് ഉപയോഗിച്ചത്. അതായിരുന്നു അവൻ്റെ ശക്തി. അതുപോലെ നിങ്ങളുടെ വിജയത്തിൻ്റെ താക്കോൽ മറ്റൊരാളുടെ കഴിവിലല്ല, നിങ്ങളുടെ സ്വന്തം കഴിവിലാണ്.